ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും SS മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സയൻസിലെ നമ്മൾ സയൻസ് തുടങ്ങിയിട്ട് ഇന്ന് നാലാമത്തെ ദിവസമാണ്. നാലാമത്തെ ദിവസത്തിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് LDC 2017 നടന്ന 078/2017 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എറണാകുളം, കണ്ണൂർ ജില്ലകളിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ ഇന്ന് നമ്മൾ സയൻസിലെ 20 ക്വസ്റ്റ്യൻ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. 2017 ചോദിച്ചിട്ടുള്ള എല്ലാ സയൻസ് ക്വസ്റ്റ്യൻസും നമുക്ക് ഇതുപോലെ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് നാലാമത്തെ ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണെന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ഡി, ബോയിൽ നിയമമാണ്. ബോയിൽ നിയമമാണ് ഇതിന്റെ ആൻസർ വരുന്നത്. അതായത് ഒരു കുളത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഒരു വാതക കുമിളയുടെ വലുപ്പം ക്രമേണ കൂടി വരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാതക നിയമം ഏതാണെന്ന് ചോദിച്ചാൽ ബോയിൽ നിയമമാണ്. 33. ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏത്? ആൻസർ ഓപ്ഷൻ സി, വിസരണമാണ്. വിസരണമാണ് ആകാശത്തിന്റെ നീല നിറത്തിന് കാരണമായ പ്രകാശ പ്രതിഭാസം. 34. 300 കെൽവിൻ താപനിലയിൽ സ്ഥിതി ചെയ്യുന്ന 1 കിലോ ജലത്തിനും 1 കിലോ വെളിച്ചെണ്ണയ്ക്കും 4200 ജൂൾ താപോർജ്ജം നൽകി. ഇവയുടെ പുതിയ താപനില എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ സി, ജലത്തിന് 301 കെൽവിനും വെളിച്ചെണ്ണയ്ക്ക് 302 കെൽവിനും ആയിരിക്കും. 35. വായു, ഇരുമ്പ്, ജലം എന്നീ മാധ്യമങ്ങളെ ശബ്ദത്തിന്റെ പ്രവേഗം കൂടി വരുന്ന ക്രമത്തിൽ എഴുതുക. അതായത് ശബ്ദം കൂടി വരുന്ന ക്രമത്തിലാണ് എഴുതേണ്ടത്. ആൻസർ ഓപ്ഷൻ എ, ആദ്യം വായു, പിന്നെ ജലം, പിന്നെ ഇരുമ്പ്. ഏറ്റവും കൂടുതൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഇരുമ്പിലൂടെയാണ്, ഏറ്റവും കുറവ് വായുവിലൂടെയും. 36. താഴെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ഐസോടോപ്പുകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആറ്റോമിക മാറിപ്പോയതാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഇവിടെ സെയിം ആയിട്ട് വരുന്ന ആറ്റോമിക നമ്പറുകളാണ്. ഒരേ ഇതുപോലെ വരുന്ന ആറ്റോമിക നമ്പറുകളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഒരേ ആറ്റോമിക നമ്പറുള്ള മൂലകങ്ങളെയാണ് നമ്മൾ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. അപ്പൊ ആറ്റോമിക നമ്പർ വരുന്നത് സെയിം ആണ്. അതുകൊണ്ടാണ് ഈ ഡി ആണ് ആൻസർ ശരിയായത്. ഇനി 37. 3 ഗ്ലൂക്കോസ് തന്മാത്രകളിൽ ആകെ എത്ര ആറ്റങ്ങൾ ഉണ്ടായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, 72 തന്മാത്രകൾ ഉണ്ടായിരിക്കും. ആകെ 72 തന്മാത്രകളായിരിക്കും ഉണ്ടായിരിക്കുക. 38. മീഥേൻ എന്ന വാതകത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പാചകവാതകത്തിലെ പ്രധാന ഘടകം. ഈ പ്രസ്താവന യോജിക്കില്ല. കാരണം മീഥേനും ബയോഗ്യാസിലെയും അതേപോലെ മാർഷ് ഗ്യാസിലെയും പ്രകൃതിവാതകത്തിലെയും പ്രധാന ഘടകമാണ് മീഥേൻ. എന്നാൽ പാചകവാതകത്തിലെ പ്രധാന ഘടകം മീഥേൻ അല്ല. 39. ഒരാറ്റത്തിന്റെ N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര എന്നാണ്. ആൻസർ ഓപ്ഷൻ സി, 32. ഇതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2n² ആണ്. അപ്പോൾ 32 ഇലക്ട്രോണുകളെയാണ് N ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നത്. 40. വ്യാവസായികമായി അമോണിയ നിർമ്മിക്കുന്ന രീതിക്ക് പറയുന്ന പ്രക്രിയ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി, ഹേബർ പ്രക്രിയ. ഹേബർ പ്രക്രിയയാണ് അമോണിയ നിർമ്മിക്കുന്ന രീതിയെ പറയുന്നത് വ്യാവസായികമായിട്ട്. 41. മനുഷ്യന്റെ അക്ഷാസ്ഥി കൂടത്തിൽ അസ്ഥികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ ഡി, 80 ആണ്. മനുഷ്യ ശരീരത്തിലെ മൊത്തം അസ്ഥികൾ 206 എണ്ണമാണ്. അക്ഷാസ്ഥികൾ 80. വനങ്ങൾ ഇല്ലാത്ത കേരളത്തിലെ ജില്ല ഏത്? ആൻസർ ഓപ്ഷൻ ബി, ആലപ്പുഴ. സ്വയം പ്രതിരോധ വൈകല്യത്തിന് ഉദാഹരണമാണ് ഓപ്ഷൻ എ, വാതപ്പനി. വാതപ്പനിയാണ് സ്വയം പ്രതിരോധത്തിനുള്ള വൈകല്യത്തിന് ഉദാഹരണം എന്ന് പറയുന്നത് വാതപ്പനിയാണ്. 44. കേരളത്തിലെ നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, പട്ടാമ്പി. പട്ടാമ്പിയിലാണ് നെല്ല് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. 45. ഗോയിറ്റർ എന്ന രോഗം ഏത് ഗ്രന്ഥിയെയാണ് ബാധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, തൈറോയിഡ് ഗ്രന്ഥി. തൈറോയിഡ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗമാണ് ഗോയിറ്റർ. 46. കേരള ഗവൺമെന്റ് മാരക രോഗങ്ങളുടെ ചികിത്സയ്ക്കായി നടപ്പാക്കി വരുന്ന പദ്ധതിയുടെ പേരെന്താണ്? ആൻസർ ഓപ്ഷൻ ഡി, കാരുണ്യ. കാരുണ്യ പദ്ധതിയാണ്
കേരള ഗവൺമെന്റ് നടപ്പിലാക്കുന്ന പദ്ധതി എന്ന് പറയുന്നത് കാരുണ്യ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. 47 വനനശീകരണം, വ്യാവസായികവൽക്കരണം എന്നിവ മൂലം കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുന്നത് മൂലം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നം ഏത്? ആൻസർ ഓപ്ഷൻ എ ആഗോളതാപനമാണ്. വനനശീകരണവും വ്യവസായവൽക്കരണം എന്നിവ മൂലം ഉണ്ടാകുന്നതാണ് ആഗോളതാപനം. 48 ഓങ്കോളജി ഏത് രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയാണ്? ആൻസർ ഓപ്ഷൻ സി ക്യാൻസറുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് ഓങ്കോളജി എന്ന് പറയുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ടതാണ്. ഇനി ഇത്രയും നമ്മൾ നോക്കിയതിൽ വീണ്ടും ചോദിച്ച ചോദ്യം തന്നെയാണ് അടുത്തത് വന്നിട്ടുള്ളത്. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്ത രോഗം ഏത്? ആൻസർ ഓപ്ഷൻ സി കണയാണ് വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം. 50 മലമ്പനിക്ക് കാരണമായ രോഗകാരി ഏത്? ആൻസർ ഓപ്ഷൻ എ പ്ലാസ്മോഡിയം. മലമ്പനിക്ക് കാരണം പ്ലാസ്മോഡിയമാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2017 ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. 78/2017 നടന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നിങ്ങൾ റിവൈൻ ചെയ്ത് കാണുകയും അതുപോലെ തന്നെ പഠിക്കാൻ ശ്രമിക്കണം എന്നല്ല, പഠിക്കണം. ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്തിട്ട് OMR ഷീറ്റ് ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.